നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? INC ക്ലാസ് ആയിരുന്നു അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആയിരുന്നു നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ കുറച്ച് ആകെ ഒരു 3 4 കാര്യങ്ങളാണ് ആകെ കൂടി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. INC കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇനി ഇന്ന് നമ്മൾ ബാക്കി എടുക്കുന്നത് INC ഭാഗമാണ് എടുക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ എന്താ പറയാ സ്വാതന്ത്ര്യ സമരത്തിൽ എത്രത്തോളം പങ്കുവഹിച്ച അല്ലെങ്കിൽ നിർണായക പങ്കുവഹിച്ച ഒരു എന്താ പറയുക പാർട്ടിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഇന്ത്യയിൽ നിലവിലുള്ള പാർട്ടികളിൽ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടിയാണ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 1885 ഡിസംബർ 28-ന് ഫോം ചെയ്ത ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോ ഇതിങ്ങനെ 1885 പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട് രൂപപ്പെട്ട ഒരു പാർട്ടിയൊന്നുമല്ല. 1876-ല് ആനന്ദ് മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയും കൂടിയിട്ട് ഒരു ഇന്ത്യൻ നാഷണൽ യൂണിയൻ അല്ലെങ്കിൽ എന്താ പറയാ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ, ഒരു ഇന്ത്യൻ അസോസിയേഷൻ, നാഷണൽ അസോസിയേഷൻ രൂപീകരിച്ചിട്ടാണോ അതിന്റെ എന്താ പറയാ പിറകു പറ്റി രൂപീകരിച്ച അല്ലെങ്കിൽ ആ ഒരു ആശയത്തിൽ നിന്ന് രൂപീകൃതമായിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ 1876-ലാണ് ആദ്യമായിട്ട് ഇതിന്റെ മുൻഗാമികളായത്. പക്ഷെ ഇതിന്റെ മുൻഗാമിയാണ് അതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ ഒരു പാർട്ടിയിൽ നിന്ന് എന്താ പറയാ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപീകരിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയാൻ പറ്റുള്ളൂ. മുൻഗാമി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോ ഇതിലെന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ഇവരാന്ന് പറയാം. അതിന് തൊട്ട് മുമ്പ് ഒരു 1866-ല് ദാദാഭായ് നവറോജി അങ്ങ് ലണ്ടനിൽ വെച്ചിട്ട് ഒരു ഇന്ത്യൻ നാഷണൽ ഒരു അസോസിയേഷൻ, ഒരു ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട് 1866-ല്. അതിനുശേഷം 1876-ല് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ആനന്ദ മോഹൻ ബോസും പിന്നെ നമ്മുടെ സുരേന്ദ്രനാഥ് ബാനർജി എന്നീ രണ്ടാളുകൾ ചേർന്നിട്ട് ഒരു ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിക്കുന്നത്. അതിനുശേഷം 1884-ലാണ് ആദ്യമായിട്ടൊരു ഇന്ത്യൻ നാഷണൽ ഓക്കെ, അപ്പോ 1884-ലാണ് ഒരു ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഇതിന്റെ ഒരു മുൻഗാമി അല്ലെങ്കിൽ ഇതിന്റെ പൂർവ്വകാല നാമം അല്ലെങ്കിൽ നമ്മുടെ INC-യുടെ പൂർവ്വനാമം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ഈ യൂണിയൻ എന്ന വാക്ക് എടുത്ത് മാറ്റിയിട്ടാണ് പിന്നീട് അവിടെ കോൺഗ്രസ് എന്നുള്ള പദമൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ 1884-ല് ഇത് രൂപീകരിക്കുമ്പോൾ അതിന്റെ പേരെന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. അതിനുശേഷം 1885-ലാണ് എന്ത് രൂപീകരിക്കുന്നത്? 85 ഡിസംബർ 28-നാണ് ആദ്യമായിട്ട് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരില് പുതിയൊരു സംഘടന, ഒരു പാർട്ടി രൂപീകരിക്കുന്നത്. അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്ന ഒരു സ്കോട്ട്ലൻഡുകാരന്റെ അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായിരുന്നില്ല, അദ്ദേഹം ഒരു സ്കോട്ട്ലൻഡുകാരനായിരുന്നു. ഈ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു എന്ത് INC-യുടെ രൂപീകരണത്തിന് മെയിൻ ആയിട്ട് എന്താ പറയാ മുന്നിട്ട് വന്ന് അത് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥാപക നേതാവ് ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് AO ഹ്യൂം ആയിരുന്നു. പക്ഷെ അദ്ദേഹം സ്ഥാപക പ്രസിഡന്റ് അല്ല. അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം സ്ഥാപക സെക്രട്ടറി ആണോ? INC രൂപീകരിച്ചപ്പോ ആദ്യമായിട്ട് വന്ന ജനറൽ സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AO ഹ്യൂം ആണ്, അഥവാ അലൻ ഒക്ടേവിയൻ ഹ്യൂം. അദ്ദേഹം ഏത് നാട്ടുകാരനായിരുന്നു? അദ്ദേഹം ഒരു സ്കോട്ട്ലൻഡുകാരനായിരുന്നു. അത് അപ്പോ ഇതിന്റെ പ്രസിഡന്റ് ആരായിരിക്കും? പ്രസിഡന്റ് എന്ന് പറയുന്നത് ആദ്യമേ ഒരു തീരുമാനിച്ചിട്ടുണ്ടാകുന്നത് ഒരു ലോർഡ് റിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഭുവിനെ ആയിരുന്നു, ഒരു ബ്രിട്ടീഷുകാരനെ ആയിരുന്നു. പിന്നീട് അദ്ദേഹം ഒഴിവായതിന് പകരമായിട്ട് എന്താ പറയാ അദ്ദേഹത്തിനെ ആക്കുന്നതിന് പകരമായിട്ട് വന്ന ആളാണ് ആര്? WC ബാനർജി. അപ്പോ 1885-ല് INC ഫോം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്ന വ്യക്തിയാണ് ആര്? WC ബാനർജി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അപ്പൊ സെക്രട്ടറി ആരാ? അത് AO ഹ്യൂം ആണ്, അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. ഈ അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള പഠന?
എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി? ഞങ്ങളെല്ലാരും കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് ആൻസർ നോക്കിയിട്ട് പറഞ്ഞേ, എന്താണ് ഓർണിത്തോളജി എന്ന് പറയുന്നത്? എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? വേഗം നോക്കിയിട്ട് പറയും. ബേർഡിനെ പറ്റിയിട്ടുള്ളത്. അതെ, പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് എന്നിട്ട് ഓർണിത്തോളജി എന്ന് പറയാം. അപ്പൊ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്ന് പറയുന്നതാണ് ആര്? എയോ ഹ്യൂം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ്, വേൾഡിലല്ല, മൊത്തത്തിലല്ല, ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവാണ് ആര്? എയോ ഹ്യൂം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഇതില് നമ്മുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, പക്ഷെ ഈ ഓർണിത്തോളജി ഇങ്ങനത്തെ ഇന്ത്യനെ കുറിച്ചുള്ള പഠനങ്ങൾ, അതിനെ കുറിച്ച് നമുക്ക് ജോഗ്രഫിയിൽ വരും. പിന്നെ ഇംഗ്ലീഷിൽ നമുക്ക് വൊക്കാബുലറിയുടെ ഭാഗത്ത് വരുന്നതാണ് ഈ ഓരോന്നിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇന്നതിന്റെ പേര്. പരീക്ഷകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു വരാം. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവാണ് ആര്? അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇദ്ദേഹം തന്നെയാണ് ഇതിന്റെ സ്ഥാപക നേതാവ്, സ്ഥാപക സെക്രട്ടറി. ഇതൊക്കെ ആരാണ്? അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. ഇനി അപ്പൊ 1885 ഈ ഒരു പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട്, ആ സമയത്ത് വൈസ്രോയി പദവി തുടങ്ങിയിട്ടുണ്ട്, വൈസ്രോയി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? ഡഫറിൻ പ്രഭു. ലോർഡ് ഡഫറിൻ ആയിരുന്നു എന്ത് ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി. ബ്രിട്ടീഷ് അല്ലെങ്കിൽ എന്താ പറയാ, ബ്രിട്ടീഷ് ക്രൗണിന്റെ നേരിട്ടുള്ള എന്താ പറയാ, നേരിട്ടുള്ള നിയമനത്തിലുള്ള വ്യക്തിയാണ് ആര്? ഇവിടുത്തെ വൈസ്രോയി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമായിരുന്നു, ആരായിരുന്നു അത്? അത് ലോർഡ് ഡഫറിൻ ആയിരുന്നു ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് നിൽക്കുന്ന എന്താ പറയാ, പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്തുള്ള വൈസ്രോയി, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ സമയത്തെ വൈസ്രോയി ആരാണ്? ആ സമയത്തുള്ള എന്താ പറയാ, ഇന്ത്യൻ പിന്നെ ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ്, ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രസ്താവന രൂപത്തിലൊക്കെ പലതവണ LGS പരീക്ഷ തൊട്ട് ഡിഗ്രി തലം വരയ്ക്കുള്ള, ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടില്ലെങ്കിലും ഡിഗ്രി തലം വരയ്ക്കുള്ള പരീക്ഷകളിലൊക്കെ ചോദിച്ച് എന്താ പറയാ, പലതവണ ചോദിച്ച്. ഇപ്പൊ എല്ലാവർക്കും സൗണ്ട് കുറവാണോ? ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? സൗണ്ട് കുറഞ്ഞു എന്ന് ഒരാള് ചാറ്റിലിട്ടുണ്ട്. സിമിയുടെ ഫോൺ ഒന്ന് ഇതാക്കിയിട്ട് മ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്ത് നോക്കിയേ. മറ്റുള്ളവർക്ക് കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് നമ്മളെന്താ ഇവിടെ പറഞ്ഞു നിർത്തി? അത് കേട്ടു. ലോർഡ് ഡഫറിൻ ആയിരുന്നു ആ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് വായിക്കുമ്പോ ഒന്ന് സ്ട്രെസ് ചെയ്ത് വായിച്ചു പൊക്കോളൂ. INC-യുടെ എന്താ പറയാ, ഉത്ഭവത്തിന്റെ സമയത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഭാഗങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് രൂപീകരിക്കുമ്പോ ഇത് ആദ്യമായിട്ട് ഇതിന്റെ എന്താ പറയാ, ആദ്യമായിട്ട് ഇതിന്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജാണ്. ബോംബെയിലുള്ള ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഇതിന്റെ ഒരു എന്താ പറയാ മീറ്റിംഗ് നടന്നിട്ടുള്ളത്. ഡിസംബർ 28 ആദ്യമായിട്ട് മീറ്റിംഗ് നടന്നത്. ആദ്യം ഇത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പൂനെയിൽ വെച്ച് നടത്താമെന്നായിരുന്നു. പക്ഷെ പ്ലേഗ് ആ സമയത്ത് കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന ഒരു അസുഖമായിരുന്നു. എന്താ പറയാ, പ്ലേഗ് ബാധ നമ്മുടെ കൊറോണ പോലെ ലോകം മൊത്തം വ്യാപിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ INC രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂനെയില് ഈ പ്ലേഗിന്റെ ശല്യം ഭയങ്കര, അല്ലെങ്കിൽ ഈ പ്ലേഗ് എന്ന് പറഞ്ഞ അസുഖത്തിന്റെ ഇത് ബാധ ഭയങ്കര കൂടുതലായിരുന്നത് കൊണ്ട് ആ സമയത്ത് പൂനെന്ന് മാറ്റിയിട്ടാണ് ബോംബെയിൽ തീരുമാനിക്കുന്നത്. പിന്നെ നടത്തിയത് ബോംബെയിൽ വെച്ചിട്ടാണ്. അങ്ങനെ ആദ്യമായിട്ട് ഈ ഒരു സംഘടനയില് ആദ്യത്തെ മീറ്റിംഗ് നടക്കുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാകുന്നത് ആകെ വെറും 72 പേരാണ്. വെറും 72 പേരാണ്. അപ്പൊ ഈ ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ വെറുതെ നോക്കിയിരുന്ന് എന്ന് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ഈ ഒരു സംഘടന രൂപീകരിക്കാൻ ഉണ്ടായതിന്റെ പിറകിൽ കുറെ തിയറീസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. സുരക്ഷാ വാൽവ് സിദ്ധാന്തം.
ഇതെന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തം എന്ന് പറയുന്നുണ്ട്, ലാലാ ലജ്പത് റായിയുടെ സിദ്ധാന്തം എന്ന് പറയുന്നുണ്ട്, വെഡർബർണിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല ആളുകളുടെ പേരിൽ ഈ സിദ്ധാന്തം പറയുന്നുണ്ട്. ഒരു തവണ PSC ആൻസർ തന്നത് ലാലാ ലജ്പത് റായി ആണ്, ഒരു തവണ ദാദാഭായ് നവറോജിയാണ്. ഇനി എന്തായിരിക്കും തരിക എന്നുള്ളത് അറിയില്ല. പക്ഷെ ഈ ഒരു സിദ്ധാന്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? INC ആയിട്ട് ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. എന്താണ് ഈ സിദ്ധാന്തത്തിൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 1857 വിപ്ലവം കഴിഞ്ഞ് 30 കൊല്ലം ആയിട്ടുള്ളൂ. ആ സമയത്താണ് ഈ INC രൂപീകരിക്കുന്നത്. അപ്പോ ഇവിടെ ബെറ്റർ ഗവൺമെന്റ് ഫോർ ബെറ്റർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് 58 ഒരു ആക്ട് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഇന്ത്യ ഭരിക്കാൻ വരുന്നുണ്ടെങ്കിലും ഇവിടുത്തെ കർഷകർക്ക് ദാരിദ്ര്യത്തിന് ഒരു പഞ്ഞും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ അതേ അവസ്ഥയിൽ ചെറിയൊരു മാറ്റം വന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് എന്താ പറയാ വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ നടന്നിട്ടുണ്ടാവുന്നില്ല. അപ്പൊ പിന്നെയും ജനങ്ങൾ ഇങ്ങനെ അസ്വസ്ഥരാകുക എന്ന് പറയില്ലേ, അത് പിന്നെയും അസ്വസ്ഥത കൂടി ഇനി ഇത് വേറെ ലെവലിലേക്ക് എത്താതിരിക്കും. ഈ എന്താ പറയാ അസംതൃപ്തരായിട്ടുള്ള ജനങ്ങളെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തന്നെ തുടങ്ങി വെച്ചൊരു പാർട്ടിയാണ്. അവരെ ഒന്ന് അടക്കി പിന്നെ ഈ ഒരു പാർട്ടിയുടെ പിന്നാലെ ഇവര് പൊക്കോളൂ. പിന്നെ ഈ പാർട്ടീനെ ഒതുക്കല്ലേ വേണ്ടോ, അതിനെ നൈസായിട്ട് അവിടെ ഒതുക്കി നിർത്താം എന്നുള്ള നിലയ്ക്ക് ബ്രിട്ടീഷുകാർ തന്നെ എന്താ പറയാ കുത്തി കൊടുത്ത് രൂപീകരിച്ച ഒരു പാർട്ടിയാണ് INC എന്നാണ് ഈ സേഫ്റ്റി വാൽവ് തിയറി പറയുന്നത്. പിന്നെ വേറൊരു തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റൂസോഫോബിയ എന്ന് പറയും. അതായത് റഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം, അതായത് ആ സമയത്ത് ബ്രിട്ടനും റഷ്യയും തമ്മിൽ നല്ല ശത്രുതയിൽ നടക്കുന്ന സമയമാണ്. അപ്പോ റഷ്യ ആരെ ഇന്ത്യയിലെ ജനങ്ങളെ സ്വാധീനിച്ച് ഇന്ത്യനെ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടനെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റുന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ഇന്ത്യയിലെ ജനങ്ങളെ ബ്രിട്ടീഷുകാരുടെ കൂടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഫേവറബിൾ ആയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്, അവരൊരു പാർട്ടി തുടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു കാരണം കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് എന്താ പറയാ ഈ തിയറികളാണ് ഇതിന്റെ പുറകിലുള്ളത്. ഒന്ന് സേഫ്റ്റി വാൽവും പിന്നെ ഈ റൂസോഫോബിയും. റൂസോഫോബിയ ഒന്നും ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. സേഫ്റ്റി വാൽവ് ആണ് ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയാ ഉയർന്നു നിൽക്കുന്ന ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ് ഈ സേഫ്റ്റി വാൽവ്. അതിന്റെ പുറകിലാണ് കൂടുതലും എന്താ പറയാ ചരിത്ര ഗവേഷകന്മാരൊക്കെ ഏറ്റവും കൂടുതൽ പിന്താങ്ങുന്നത് ഏത് തിയറിക്ക് കൂടെയാണ്? സേഫ്റ്റി വാൽവ് തിയറിയുടെ കൂടെയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ സേഫ്റ്റി വാൽവ് തിയറി എന്താന്ന് മനസ്സിലായല്ലോ. അത് അതാരാ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൻസേഴ്സ് അല്ലെങ്കിൽ ഒരുവിധ റാങ്ക് ഫയലുകളിലൊക്കെ കിടക്കുന്നത് ദാദാഭായ് നവറോജിയാണ്. ഒരു തവണ PSC തെറ്റിയിട്ടാണോ എന്തുകൊണ്ടാണോ അറിയില്ല, ലാലാ ലജ്പത് റായ് എന്ന ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഈ സേഫ്റ്റി വാൽവ് തിയറി എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്തത് അതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ INCക്ക് ഇപ്പോ ഇന്ത്യയിൽ മാത്രമായിരുന്നില്ല കമ്മിറ്റി ഉണ്ടായിരുന്നത്. INCക്ക് ഇംഗ്ലണ്ടിലും ഒരു ബ്രിട്ടീഷ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് 1889 ഈ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപീകരിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1889. അതെ, അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് വില്യം വെഡർബേൺ ആണ്. ഇദ്ദേഹത്തിന്റെ പേര് ഇനിയും നമ്മൾ INCയിൽ പറയും. അപ്പൊ ഒന്ന് ആലോചിച്ച് വെക്കുക, അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു, അല്ലെങ്കിൽ അത് രൂപീകരിച്ച ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വില്യം വെഡർബേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു, വില്യം വെഡർബേൺ. അതിന്റെ ഔദ്യോഗിക മാസികയുടെ പേരായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്നുള്ളതായിരുന്നു അതിന്റെ ഔദ്യോഗിക മാസികയുടെ പേര്. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണ്. പറയൂ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഇതിലെ ഓരോ സമ്മേളനങ്ങളായിട്ട് അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാണ്ട്, ഈ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഈ INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. ഈ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്ന കുറച്ച് പേരുകളിൽ ഒന്നാണ് എന്ത്, പട്ടാഭി സീതാരാമയ്യ എന്ന് പറയുന്നത്. നമ്മുടെ ഗാന്ധിജിയുടെ വലങ്കൈയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഗാന്ധിജിക്ക് വേണ്ടിയിട്ട് എന്താ പറയാ INCയിൽ ആദ്യമായിട്ടൊരു എലക്ഷൻ നടന്നപ്പോ അതില് സുഭാഷ് ചന്ദ്രബോസിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന വ്യക്തിയാണ് ഈ പട്ടാഭി സീതാരാമയ്യ. നമ്മളിത് ഇനി
ഇതിന്റെ ഓരോ വർഷങ്ങൾ പഠിക്കുമ്പോൾ അതിൽ റിപ്പീറ്റ് ആയിട്ട് ഇത് വീണ്ടും വരും. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഞാൻ അപ്പൊ ചോദിക്കും ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസിനെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടാണ്, ആർക്ക് വേണ്ടിയിട്ട് ആരുടെ ശുപാർശ പ്രകാരം നിന്നതാന്നൊക്കെ ചോദിക്കും. അപ്പൊ ഗാന്ധിജിയുടെ കൂടെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? പട്ടാഭി സീതാരാമയ്യ എന്ന് പറയുന്നത്. ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? പട്ടാഭി സീതാരാമയ്യ. കാരണം അദ്ദേഹമാണ് INCയുടെ ഹിസ്റ്ററി ഉള്ള ഒരു ബുക്ക് എഴുതിയത്. ഹിസ്റ്ററി ഓഫ് INC എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് ആര്? പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹം പറഞ്ഞത് INC എന്ന് പറയുന്നത് ഒരു രഹസ്യങ്ങളുടെ കലവറയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. INC എന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? പട്ടാഭി സീതാരാമയ്യ. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് എന്തിനാ? ഹിസ്റ്ററി ഓഫ് INC. ഇതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. അദ്ദേഹം അറിയപ്പെടുന്ന എന്തിനാണ്? കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? പട്ടാഭി സീതാരാമയ്യ. നമ്മൾ പറഞ്ഞല്ലേ 72 പേരാണ് ആദ്യമായിട്ട് INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതിലൊരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേര്. ഒന്നുകൂടി നിങ്ങളൊന്ന് ഓർത്തിട്ട് പറഞ്ഞേ, ആരായിരുന്നു INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി? ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി. ഓക്കെ, GP പിള്ളയാണ് അല്ലെ? GP പിള്ളയാണ് കേരളത്തിന്റെ എന്താ പറയാ ഏറ്റവും നമ്മുടെ ഗാന്ധിജിയുടെ JP അല്ല, GP പിള്ള. GP. അപ്പോ അദ്ദേഹം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ എന്താ പറയാ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളിയാണ് ആര്? GP പിള്ള എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ എന്താ പറയാ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളിയാണ് ആര്? GP പിള്ള. പക്ഷെ INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരേ ഒരു മലയാളി വേറെയാണ്. അത് നമ്മൾ പഠിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മള് INCയുടെ ഓരോ വർഷങ്ങളും അതില് അതിന്റെ പ്രസിഡന്റുമാര് ആ ഒരു വർഷത്തിന് എന്തൊക്കെ INC ചെയ്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് 1885 അതിന്റെ വേദി എവിടെയായിരുന്നു ഞാൻ പറഞ്ഞത്? എവിടെയായിരുന്നു? 85 സമ്മേളനത്തിൽ ആദ്യത്തെ സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു? ഏത് നഗരത്തിൽ വെച്ചിട്ടായിരുന്നു ഇതിന്റെ സമ്മേളനം നടന്നത്? ബോംബെയിൽ വെച്ചിട്ടാണ് അല്ലെ? ബോംബെയിൽ വെച്ചിട്ട്. അപ്പൊ INCയുടെ ആദ്യത്തെ സമ്മേളനം അത്. അതിൽ 72 പേരുണ്ടായിരുന്നു. ആദ്യത്തെ സെക്രട്ടറി AO ഹ്യൂം ആയിരുന്നു. ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു. അപ്പൊ ഇതിന്റെ ആദ്യം തന്നെ എന്താ പറയാ, ഇവരിങ്ങനെ വെറുതെ കൂടലല്ലോ, കുറെ പ്രമേയങ്ങൾ അവതരിപ്പിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതില് ആദ്യമായിട്ട് ആദ്യത്തെ സമ്മേളനത്തിൽ മൊത്തം 9 പ്രമേയങ്ങളാണ് ഇവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതില് ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്നത്. എന്താ പറയാ, ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് സുബ്രഹ്മണ്യ അയ്യർ. ഇദ്ദേഹമാണ് ദ ഹിന്ദു എന്ന് പറഞ്ഞുള്ള പത്രത്തിന്റെ സ്ഥാപകനാണ് ആര്? സുബ്രഹ്മണ്യ അയ്യർ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുബ്രഹ്മണ്യ അയ്യരാണ്. ഇത്രയ്ക്ക് നമുക്ക് ഒന്നാമത്തെ മീറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളൂ. പിന്നെ എല്ലാ വർഷവും ഇത് ഏകദേശം നമ്മൾ അറിഞ്ഞു വെക്കാൻ വേണ്ടി പറയുന്നത്, എല്ലാ വർഷവും ഈ ഇയർ എൻഡിലാണ്, അതായത് ഡിസംബർ 28, 29, 30 തീയതികളിലൊക്കെ ആയിട്ടാണ് എന്തുണ്ടാവുക? INCയുടെ സമ്മേളനങ്ങൾ ഉണ്ടാവുക. അതൊന്ന് അറിഞ്ഞു വെക്കുക. ഏകദേശം ഡിസംബർ അവസാനത്തോട് കൂടിയിട്ട് ആ ഒരു സമയത്താണ് എല്ലാ വർഷവും എന്താ പറയാ INCയുടെ മീറ്റിംഗ് ഉണ്ടാവുക. ആ ഒരു മീറ്റിംഗിലാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക. അയാൾ അന്ന് തൊട്ട് പിന്നത്തെ വർഷം മുഴുവനായിട്ട് അദ്ദേഹമായിരിക്കും INCയുടെ പ്രസിഡന്റ് ആയിട്ട് ഉണ്ടാവുക. ഇനി 1886 സമ്മേളനം നടന്നത്, തൊട്ടടുത്ത വർഷം സമ്മേളനം നടന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു ആ സമയത്ത് കൊൽക്കത്തയാണ് നമുക്ക് ഡൽഹി അല്ല ഏറ്റവും കൂടുതൽ ആ സമയത്ത് എന്താ പറയാ ഉയർന്നു നിന്നിരുന്ന ഒരു സ്ഥലം. അതായത് നമ്മൾ ആദ്യം എന്താ പറയാ നമ്മുടെ തലസ്ഥാനമായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവുന്നത് കൊൽക്കത്തേനെയായിരുന്നു. പിന്നീടാണ് അത് ഡൽഹിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. 1912 വരയ്ക്കും നമ്മൾ കൊൽക്കത്ത തന്നെയാണ് ഏകദേശം വിചാരിച്ചു വെച്ചിട്ടുണ്ടാകുന്നത്. അപ്പോ ഈ കൊൽക്കത്തയിലായിരുന്നു രണ്ടാമത്തെ സമ്മേളനം നടന്നിട്ടുണ്ടാകുന്നത്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് രണ്ടാമത്തെ സമ്മേളനത്തില് പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം ഒരു പാഴ്സി വംശജനാണ്. പാഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള വംശത്തിൽ പെട്ട ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ ദാദാഭായ് നവറോജി. നിങ്ങൾക്ക് അറിയണ വേറൊരു പാഴ്സി വംശജനെ ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും?
ആർക്കും അറിയില്ല. ഇപ്പോ ഇന്ത്യയില് അറിയപ്പെടുന്ന ഈ പാഴ്സി വംശജരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല വ്യവസായികളായിരിക്കും. അത് കച്ചവടം നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അവര് ഇറാനിൽ നിന്ന് കുടിയേറിയിട്ടുള്ള ആൾക്കാരാണ്. ഗുജറാത്ത് ഭാഗത്തേക്ക് കുടിയേറിയിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എന്താ പറയാ മരണശേഷമുള്ള ചടങ്ങിനാണ് കൂടുതൽ പ്രത്യേകത. ഇവര് ദഹിപ്പിക്കില്ല, കുഴിച്ചിടില്ല. ഇവര് ഇങ്ങനെ ആൾപ്രദേശം ശരിക്കും പണ്ട് ഇപ്പോഴല്ല, പണ്ടത്തെ ശരിക്കുള്ള പാഴ്സികളുടെ സിസ്റ്റമാണ് പറയുന്നത്. അവര് ഇവരെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ആൾതാമസം അല്ലെങ്കിൽ കടൽ തീരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാര് വലിയ ഇതില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുകയും ചെയ്യാം. കാരണം ഇത് കഴുകന്മാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾക്ക് നമ്മുടെ ശരീരം ഭക്ഷണമായിട്ട് പൊക്കോട്ടെ എന്ന് വെച്ചാല് മണ്ണിൽ അടിയാനല്ല, അങ്ങനെ കഴുകന്മാരൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പൊ അവര് വന്ന് കൊത്തി തിന്ന് പൊക്കോട്ടെ, അവരെ വിശപ്പടക്കാൻ നമ്മളൊരു കാരണമാവാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇതിന്റെ പാഴ്സികളുടെ ഒരു പ്രത്യേകത എന്ന് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മരണാനന്തര ചടങ്ങുകൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇപ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പണ്ട് അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമായിരുന്നു അവര് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ നിലവിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാഴ്സി അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് അദ്ദേഹം മരിച്ചു. ആളാണ് രത്തൻ ടാറ്റ. ടാറ്റ കംപ്ലീറ്റ് എന്താണ് പാഴ്സി വംശജരാണ്. നിങ്ങൾ ആ സമയത്ത് ആള് മരിച്ച സമയത്ത് പുസ്തകം അല്ലെങ്കിൽ പേപ്പറുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പാഴ്സി വംശജനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവേണ്ടതാണ് വായിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോ കറണ്ട് അഫയർ ഒക്കെ വായിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി നോക്കി വെക്കുക. കാരണം ഇങ്ങനത്തെ ചില എന്താ പറയാ കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയൻസിന് കുറച്ച് പ്രാധാന്യം കൊടുക്കണുണ്ട് PSC. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒരു തവണ പണ്ടൊക്കെ വരാറുണ്ട്. ഇപ്പൊ പിന്നെ ഇങ്ങനത്തെ റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ ചിലപ്പോൾ അത് വിവാദമാവും എന്ന് വിചാരിച്ചുകൊണ്ട് PSC അത് എന്താ പറയാ മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അദ്ദേഹം ഒരു പാഴ്സി വംശജനാണ്. ആര്? ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടിയ പ്രായത്തില് പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹം നല്ല ഏജ്ഡ് ആയിട്ടുള്ള സമയത്താണ് ഈ INCയുടെ പ്രസിഡന്റ് ആവുന്നതൊക്കെ. അതുപോലെ INCയില് ഇന്ത്യൻ നാഷണൽ യൂണിയന് പകരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പദം നിർദ്ദേശിച്ച വ്യക്തിയാണ് ആര്? ദാദാഭായ് നവറോജി. അപ്പൊ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ അർത്ഥം എന്താ? കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള പദത്തിന്റെ അർത്ഥം എന്താ? ആർക്കെങ്കിലും അറിയോ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള പദത്തിന്റെ അർത്ഥം? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വേറെ ഒന്നുമില്ല, സമ്മേളനം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മേളനം എന്നാണ് അർത്ഥം വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ പിന്നെ എന്താ പറയാ ഒരു 3 തവണ അടുപ്പിച്ചല്ലെങ്കിൽ കൂടി 3 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിനെ കുറിച്ച് പിന്നീട് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. സാംസ്കാരിക നായകരില് നമുക്കത് പഠിക്കണം. ജസ്റ്റ് ഇവിടെ ഇത്ര അറിഞ്ഞു വെക്കുക. ഇനി പിന്നത്തെ സമ്മേളനം നടക്കുന്നത് 1887 മദ്രാസിൽ വെച്ചിട്ടാണ്. ദക്ഷിണേന്ത്യയിൽ വെച്ചിട്ട് നടത്തുന്ന ആദ്യത്തെ INC സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 87 മദ്രാസ് സമ്മേളനമാണ്. ദക്ഷിണേന്ത്യയിൽ വെച്ച് നടത്തിയിട്ടുള്ള ആദ്യത്തെ INC സമ്മേളനം എന്നുള്ള രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അത് 1887 മദ്രാസ് സമ്മേളനമാണ്. അതിന്റെ ചെയർമാൻ ആയിരുന്നത് അല്ലെങ്കിൽ അതിന്റെ അധ്യക്ഷനായിരുന്നത് ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി എന്ന് പറഞ്ഞുള്ള വ്യക്തിയാണ്. ബദറുദ്ദീൻ തിയാബ്ജി. ഇദ്ദേഹമാണ് 1887 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. കുറെ അധ്യക്ഷന്മാര് പഠിക്കാനുണ്ട്. ഇത് ഇയർ ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ പഠിച്ചു പോയാൽ തെറ്റാതെ പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കുഴഞ്ഞു പോകും. നമ്മളിപ്പോ റാങ്ക് ഫയലിലൊക്കെ കിടക്കുമ്പോൾ നമ്മള് 1908 പഠിക്കും, 12 പഠിക്കും, 18 പഠിക്കും, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോണില്ല. മാറിപ്പോവും, എന്തായാലും മാറിപ്പോവും. കുറെ അധികം പ്രസിഡന്റുമാരെ പഠിക്കാനുണ്ട്. ഓരോ കൊല്ലത്തിലേക്കും കുറച്ചധികം കൊല്ലങ്ങളെ പഠിക്കാനുണ്ട്. അപ്പോ ഒക്കെ എന്താ പറയാ ഈ ഒരു ഓർഡറിൽ തന്നെ 85 ആദ്യമായിട്ട് WC ബാനർജിയാണ്, 86 ദാദാഭായ് നവറോജിയാണ്, 87 ആദ്യമായിട്ട് ഒരു മുസ്ലിമാണ് വന്നത്. ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജിയാണ്. 87 അത് ദക്ഷിണേന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യത്തെ INC സമ്മേളനമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കുക. ഇനി 1888 അത് നടന്നത് അലഹബാദിലാണ്. അതിന്റെ സ്ഥലത്തിനേക്കാളും പ്രാധാന്യമുള്ളത് അതിന്റെ അധ്യക്ഷനാണ്. കാരണം ആദ്യമായിട്ടൊരു വിദേശി INCയുടെ പ്രസിഡന്റ് ആവുന്നത് ഈ ഒരു വർഷമാണ്. 1888 ആദ്യമായിട്ട് ഒരു വിദേശി INCയുടെ പ്രസിഡന്റ് ആവുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ജോർജ് യൂൾ. ജോർജ് യൂൾ. ആദ്യമായിട്ട് ഒരു വിദേശി INCയുടെ പ്രസിഡന്റ് ആയ വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
1888 ആ വർഷത്തിന്റെ പ്രത്യേകത. കേരളത്തിൽ ആ സമയത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. 1888 ആർക്കെങ്കിലും അറിയോ? നമ്മുടെ കേരളത്തിന്റെ എന്താ പറയാ, കേരള രാഷ്ട്രീയല്ല, ദേശീയതയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. ഒരു മതപരമായിട്ടൊരു ചടങ്ങാണ് നടന്നിട്ടുള്ളത്. 1888 ഒരു ഫാൻസി നമ്പർ ആണ്. ഇത് നടന്നിട്ടുള്ളത് INC-യുടെ സമ്മേളനം നടന്നത് അലഹബാദിലാണ്. അതിന്റെ ചെയർമാൻ ആയിരുന്നത് ജോർജ് യൂൾ ആണ്. ഇതേ വർഷം തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറയും. അരുവിപ്പുറത്ത് ശിവന്റെ പ്രതിഷ്ഠ, ശ്രീനാരായണ ഗുരു ശിവന്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള കൊല്ലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും 1888 അതായത് അരുവിപ്പുറത്ത് ഒരു എന്താ പറയാ, വെള്ളച്ചാട്ടം പോലെ ഒരു ഇതുണ്ട്, ഒരു നീരുറവ പോണുണ്ട്. അതിലിറങ്ങിയിട്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു ഒരു കല്ലെടുത്ത് കൊണ്ടുവന്നിട്ട് പ്രതിഷ്ഠിക്കുകയാണ്. അവിടുന്ന് ഒരു കല്ല് മുങ്ങി, ആള് മുങ്ങി, ആൾക്ക് കിട്ടിയ ഒരു കല്ലെടുത്ത് കൊണ്ടുവന്നിട്ട് അദ്ദേഹം അത് ശിവനായിട്ട് പ്രതിഷ്ഠിച്ച് ഇത് നമ്മുടെ ശിവനാണ് എന്ന് പറഞ്ഞിട്ട് പ്രതിഷ്ഠിച്ചിരുന്നതാണ്. അത് ഭയങ്കര എന്താ പറയാ, കേരളത്തിലെ നവോത്ഥാനത്തില് ഏറ്റവും നാഴികക്കല്ലായിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ഈ അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറയുന്നത്. കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഭയങ്കര പ്രാധാന്യം വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതും നടന്നിട്ടുള്ള വർഷമാണ് ഇത് 1888 എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ ജസ്റ്റ് അതും കൂടെ അറിഞ്ഞു, എന്താ പറയാ, ഓർത്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പഠിച്ചു പോയാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ആരായിരുന്നു INC-യുടെ പ്രസിഡന്റ് ആയിട്ട് വന്നത്? അതൊരു വിദേശിയാണ്. അവിടെ ആരാ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി 1888 കഴിഞ്ഞു. 89 വന്നത് പിന്നെയും ഒരു വിദേശിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് വില്യം വെഡർബേൺ. ഞാൻ പറഞ്ഞു ഈ പേര് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ INC-യുടെ ബ്രിട്ടീഷ് കമ്മിറ്റി 1889 ലണ്ടനിൽ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം വർഷം തന്നെ ഇന്ത്യയിലെ INC പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ആര്? വില്യം വെഡർബേൺ. അദ്ദേഹം തന്നെയാണ് INC ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ പ്രസിഡന്റും. രണ്ടും ഒരാള് തന്നെയാണ്, ഒരേ വർഷം തന്നെയാണ്, 1889. അതുപോലെ വില്യം വെഡർബേണിന്റെ ഒരു പ്രത്യേകത, 2 തവണ INC പ്രസിഡന്റ് ആയ ഒരു വിദേശിയാണ് ആര്? വില്യം വെഡർബേൺ എന്ന് പറയുന്നത്. 2 തവണയാണ് അദ്ദേഹം INC-യുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ 89 വരെ കഴിഞ്ഞു. ഇനി എല്ലാ വർഷത്തെയും നമ്മൾ പറയുന്നില്ല. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇനി എന്താ പറയാ, 1890 നോക്കണ്ട, 91 ജസ്റ്റ് വായിച്ചു പോകുമ്പോ എല്ലാം വായിച്ചു പോവാ. 91 പ്രസിഡന്റ് ആയിട്ടുള്ളത് P. ആനന്ദചാർലു ആണ്. നാഗ്പൂർ വെച്ച് നടന്ന സമ്മേളനമാണ് 1891. P. ആനന്ദചാർലു ആണ് ആ സമയത്ത് INC പ്രസിഡന്റ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരാൾ INC-യുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ സമ്മേളനമാണ് ഇത് 1891. ആരായിരുന്നു പ്രസിഡന്റ്? P. ആനന്ദ ചാർലു അല്ലെങ്കിൽ അനന്ത ചാർലു എന്നൊക്കെ നമുക്ക് പറയാം. P. ആനന്ദ ചാർലു അല്ലെങ്കിൽ അനന്ത ചാർലു എന്ന് പറഞ്ഞ വ്യക്തിയാണ് 1891 ആദ്യമായിട്ട് INC-യുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ദക്ഷിണേന്ത്യൻ. ഇനി 1894 വീണ്ടും ഒരു വിദേശി INC-യുടെ പ്രസിഡന്റ് ആവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ആൽഫ്രഡ് വെബ്. 1894 അദ്ദേഹം INC-യുടെ പ്രസിഡന്റ് ആവുന്നത്. 1894 ആൽഫ്രഡ് വെബ് INC-യുടെ പ്രസിഡന്റ് ആവുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് അടുത്തത് 1896 1896 അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമ്മേളനം പറയുന്നത്. ഇതിന്റെ സ്ഥലം നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ വേദി എന്ന് പറയുന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. 1896 കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ഇതിന്റെ വേദിയായിരുന്നത്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് റഹ്മത്തുള്ള സയാനിയാണ്. റഹ്മത്തുള്ള സയാനി, അദ്ദേഹത്തിന്റെ പേരാണെന്ത്? റഹ്മത്ത്. അധ്യക്ഷന്റെ പേരാണെന്ത്? റഹ്മത്തുള്ള സയാനി. 1896 കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ഒരു ഇതിന്റെ INC-യുടെ സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് റഹ്മത്തുള്ള സയാനിയാണ്. ഈ ഒരു എന്താ പറയാ, INC സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഇത് 1896. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച INC സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1896 INC സമ്മേളനം മറ്റ് കൊൽക്കത്ത. ചെയർമാൻ ആരായിരുന്നു? റഹ്മത്തുള്ള സയാനിയാണ്. അപ്പൊ ഇത് ആലപിച്ചതാരാ? ആ സമയത്ത് വന്ദേ മാതരം 1896 വന്ദേ മാതരം ആലപിച്ച വ്യക്തി ആരാ? ആർക്കെങ്കിലും അറിയോ ആലപിച്ചത് ആരാന്ന്? അത് ആദ്യമായിട്ട് ആലപിച്ചത് ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായിട്ട് ഈ ഒരു എന്താ പറയാ വന്ദേ മാതരം നമ്മുടെ INC സമ്മേളനത്തിൽ ആലപിച്ചത്. ക്ലിയർ ആണോ? ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്താ പറയാ കേരള PSCക്ക് ഏറ്റവും അധികം തവണ ചോദിച്ചിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1897 INC സമ്മേളനം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ INCയുടെ ചരിത്രത്തില് ആകെ കൂടി ഇതുവരയ്ക്കും INC 885 തുടങ്ങി ഇപ്പൊ 2025 നിൽക്കണ വരയ്ക്കും ഉണ്ടായിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ഒരേ ഒരു മലയാളി ആയിട്ടുള്ള അധ്യക്ഷൻ വന്നിട്ടുള്ള വർഷമാണ് ഏത്? 1897. 1897 ആദ്യമായിട്ട് അധ്യക്ഷൻ ഇവിടെ വരുന്നത്, മലയാളി അധ്യക്ഷൻ വരുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ചേറ്റൂർ ശങ്കരൻ നായർ അഥവാ C ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ അഥവാ C ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന ഒരു മലയാളി അധ്യക്ഷനായിട്ട് വന്ന INC സമ്മേളനമാണ് 1897. ഇത് നടന്നത് അമരാവതിയിൽ വെച്ചിട്ടാണ്. അമരാവതി എന്ന് പറഞ്ഞ സ്ഥലം മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലുള്ള അമരാവതി, അതായത് നമ്മൾ കുറെ അമരാവതികൾ ഇനി അങ്ങോട്ട് പഠിക്കും. ആന്ധ്രയിൽ ഒരു അമരാവതി ഉണ്ട്. പിന്നെ കേരളത്തിൽ സോറി തമിഴ്നാട്ടിൽ കൂടെ അമരാവതി എന്ന് പറഞ്ഞ റിവറേ ഒഴുകുന്നുണ്ട്. ഇതൊന്നല്ല, ഈ ഇവിടെയുള്ള അമരാവതി അവധിയല്ല. ഇവിടെ പറയുന്ന അമരാവതി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള ഒരു പ്രദേശമാണ്. ഒരു സ്ഥലത്തിന്റെ പേരാണ് അമരാവതി. ഈ മഹാരാഷ്ട്രയിലുള്ള അമരാവതിയിൽ വെച്ചിട്ടാണ് 1897 INC സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇത് തന്നെയാണ് ആ ഒരു സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. മലയാളി ആദ്യമായിട്ട് അധ്യക്ഷനായ ഒരു INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1897 അമരാവതി സമ്മേളനമാണ്. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് 1901 INC സമ്മേളനമാണ്. 1901 INC സമ്മേളനം. 1901 നടന്നിട്ടുള്ള INC സമ്മേളനം. ഇത് നടന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. ദിൻഷ ഇ വാച്ച എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിന്റെ INCയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. ദിൻഷ ഇ വാച്ച അദ്ദേഹമായിരുന്നു INCയുടെ അധ്യക്ഷൻ. ക്ലിയർ ആണോ? ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത INC സമ്മേളനമാണ് ഈ 1901 INC സമ്മേളനം. 1901 INC സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഗാന്ധിജി പങ്കെടുത്തത്. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? ദിൻഷ ഇ വാച്ചി ആയിരുന്നു. എവിടെ വെച്ചിട്ടായിരുന്നു? കൊൽക്കത്തയിൽ വെച്ചിട്ടായിരുന്നു. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഇനി ഇനി നമ്മൾ അടുത്തത് പറയുന്നത് 1904 INCയുടെ ചെയർമാൻ ആയിരുന്നത് ഹെൻറി കോട്ടൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയാ ആരംഭിച്ച സമയത്ത് ഉണ്ടാകുന്ന INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറി കോട്ടൺ ആണ്. അത് കഴിഞ്ഞിട്ട് 1905 എന്താ പറയാ ഗോപാലകൃഷ്ണ ഗോഖലെ INCയുടെ പ്രസിഡന്റ് ആവുന്നത്. പക്ഷെ നമ്മൾ ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറയാ ഗോപാലകൃഷ്ണ ഗോഖലേനെയാണ്. പക്ഷെ അല്ല, ആ സമയത്തുള്ളത്. അതായത് ഞാൻ പറഞ്ഞു 1904 ഇദ്ദേഹത്തിനെ തെരഞ്ഞെടുക്കുക. എന്ന് വെച്ചിട്ട് 1904 കംപ്ലീറ്റ് അല്ലല്ലോ, 1904 അവസാനത്തിലാണ് ഇദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ പിന്നീട് 1905 ഡിസംബർ വരേക്കും ആരാണ് ഈ INCയുടെ അധ്യക്ഷനായിരിക്കുക? ആ ഒരു വ്യക്തിയായിരിക്കും. അപ്പോ 1905 ഒക്ടോബറിലാണ് അല്ലെ ഓഗസ്റ്റ് ഒക്ടോബർ സമയത്താണ് INC വിഭജനം നടക്കുന്നത്. അപ്പൊ ഈ INC വിഭജനം നടക്കുന്ന സമയത്ത് ആരായിരിക്കും അധ്യക്ഷനായിരുന്നത്? ഈ ഹെൻറി കോട്ടൺ ആണ്. അല്ലാതെ ഗോപാലകൃഷ്ണ ഗോഖലെ 1905 ഡിസംബറിലാണ് INCയുടെ അധികാര സ്ഥാനം ഏൽക്കണുള്ളൂ.
അത് വരയ്ക്കും ആരാണ്? ഹെൻറി കോട്ടൺ ആണ്. അതുകൊണ്ട് ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെൻറി കോട്ടൺ ആണ്. തെറ്റിക്കരുത്, മാറിപ്പോവാറുണ്ട്. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അദ്ദേഹം 1905 ഡിസംബറിലാണ് സ്ഥാനം ഏൽക്കുന്നുള്ളൂ. അതിന് മുമ്പ് വരയ്ക്കും ഹെൻറി കോട്ടൺ ആണ്. അപ്പൊ 1905 എന്താ പറയാ, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് INCയുടെ പ്രസിഡന്റ് ആയിട്ട് വന്നത്. ഇതിന്റെ സമ്മേളനം നടന്നത് ബനാറസിൽ വെച്ചിട്ടാണ്. ബനാറസിൽ വെച്ചിട്ടാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. ഇനി എന്താ പറയാ, സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഏത് INC സമ്മേളനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1905 INC സമ്മേളനത്തിലാണ്. 1905 INC സമ്മേളനത്തിലാണ് സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ 1906 വീണ്ടും കൊൽക്കത്തയിൽ വെച്ച് സമ്മേളനം നടക്കുന്നുണ്ട്. അതിന്റെ ചെയർമാൻ വരുന്നത് ദാദാഭായ് നവറോജിയാണ്. 1906 ചെയർമാൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. എവിടെ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത്? കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സമ്മേളനമാണ് ഏത്? 1906. അപ്പൊ സ്വദേശിയും സ്വരാജും മാറിപ്പോയത്. സ്വദേശി എന്ന പദം 1905 സ്വരാജ് എന്ന പദം 1906 ഉപയോഗിച്ചിട്ടുള്ളത്. 1906 സ്വരാജ് എന്ന പദം ഉപയോഗിക്കുന്നത്. സ്വദേശി എന്ന പദം ഉപയോഗിക്കുന്നത് 1905 INC സമ്മേളനത്തിലാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു വർഷമാണ് ഏത്? 1907 എന്ന് പറയുന്നത്. സൂററ്റിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനമാണ്. ഇതിനെ നമ്മൾ പറയുക സൂററ്റ് പിളർപ്പ് എന്ന് പറയും. സൂററ്റ് പിളർപ്പ് എന്നറിയപ്പെട്ട INC സമ്മേളനമാണ് 1907. ഇതിന്റെ എന്താ പറയാ, അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷ് ബിഹാരി ഘോഷ് ആണ്. റാഷ് ബിഹാരി ഘോഷ് ആണ് ഇതിന്റെ ചെയർമാൻ ആയിട്ട് അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഈ INC 1906 സമയത്തൊക്കെ ഇന്ത്യയിൽ ഒരു 2 തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് തീവ്ര ദേശീയവാദികളും പിന്നെ മിതവാദികളും. അങ്ങനെ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് മിതവാദികളുടെ ഗ്രൂപ്പും ഒന്ന് തീവ്രവാദികളല്ല തീവ്ര ദേശീയവാദികളുടെ ഗ്രൂപ്പും. അപ്പൊ ഈ മിതവാദികളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് ആര്? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. ഇവരൊക്കെയാണ് ഈ മിതവാദികളുടെ ടീമിന്റെ ലീഡർമാരെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 1905 INC രൂപീകരിക്കുന്ന സമയം തൊട്ട് മിതവാദികളാണ്. ആ ഒരു എന്താ പറയാ 1907 വരെയുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ മിതവാദി കാലഘട്ടം എന്ന് തന്നെയാണ് നമ്മൾ അതിനെ പറയാം. മിതവാദികളാണ്. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ തല്ലിനും വഴക്കിനൊന്നും പോലെ ഇവർ അഹിംസയുടെ പാതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അതായത് എന്തെങ്കിലും ഉണ്ടാകുമ്പോ ഇവര് കുറച്ച് നിവേദനം എഴുതും. എന്നിട്ട് ഈ നിവേദനം കൊണ്ട് ബ്രിട്ടീഷുകാരെ ഏൽക്കും. അവരാണെച്ചാൽ അതിങ്ങനെ നൈസായിട്ട് എടുത്ത് ചവറ്റുകൊട്ടയിൽ അറിയും. ഇവർക്ക് ഈ നിവേദനം കൊടുത്ത് അങ്ങോട്ട് വരിക, വർഷത്തിൽ കൂടുക, പ്രമേയം പാസ്സാക്കുക, അല്ലാണ്ട് ഒരു സമരത്തിന് മുന്നിട്ട് ഇറങ്ങാനൊന്നും ഇവർ ഉദ്ദേശിച്ചിരുന്നില്ല. സമാധാനപരമായിട്ടുള്ള ഇതിന്റെ രീതിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി കിട്ടുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ഉദ്ദേശം. പക്ഷെ ഈ തീവ്ര ദേശീയവാദികളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താ വെച്ചാൽ കൊന്നു കൊല വിളിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം, ഞങ്ങൾക്ക് സ്വരാജ് എന്ന് പറഞ്ഞ സ്വരാഷ്ട്രം, സ്വദേശി എന്ന് പറഞ്ഞ രാശിയൊക്കെ വേണം എന്നുള്ള നിർബന്ധമുള്ള ആൾക്കാരായിരുന്നു ഈ തീവ്ര ദേശീയവാദികൾ. ആരെ കൊന്നിട്ടാണെങ്കിലും തിന്നിട്ടാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം, അതിനുവേണ്ടി എന്തും ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് ഈ തീവ്ര ദേശീയവാദി ഗ്രൂപ്പിന്റെ ആൾക്കാർ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ആൾക്കാരായിരുന്നു ഒന്ന് ബാലഗംഗാധര തിലക്, രണ്ടാമത് ബിപിൻ ചന്ദ്രപാൽ, മൂന്നാമത് ലാലാ ലജ്പത് റായ്. അപ്പൊ ലാൽ പാൽ ബാൽ എന്നാണ് പറയുക. ശരി, ലാൽ പാൽ ബാൽ. ഒന്ന് ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ്, പാൽ എന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്രപാൽ, ബാൽ എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലക്. ഇവര് 3 പേരാണ് അതിന്റെ നേതാക്കന്മാരെന്ന് പറയുന്നത്. അപ്പോ 1907 ആ ഒരു സമയത്ത് ഇവര് 2 കൂട്ടരും ഏതിലുണ്ട്? INCയിലുള്ള ആൾക്കാരാണ്. 1907 അധ്യക്ഷന്റെ എന്താ പറയാ ഒരു ഇത് നടക്കാണ്. അധ്യക്ഷനായിട്ട് ഇവിടെ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 ആൾക്കാർ മത്സരിക്കാനൊന്നും നിൽക്കില്ല. ഒരാളെ എല്ലാവരും കൂടി ഐകകണ്ഠേന തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ ഇതില് ആ സമയത്ത് INC ഏറ്റവും കൂടുതലുള്ള ആൾക്കാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിതവാദികളാണ്. അപ്പൊ ഓഫ് കോഴ്സ് ആരുടെ എവിടെ നിന്നുള്ള ആളായിരിക്കും മിക്കവാറും INCയുടെ ചെയർമാൻ ആവുക? ഈ മിതവാദികളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ് INCയുടെ ചെയർമാൻ ആയിട്ട് വരിക. അപ്പോ ഈ തീവ്ര ദേശീയവാദികളുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും സ്വാതന്ത്ര്യം കിട്ടാൻ പോണില്ല. കാരണം നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു പാർട്ടിനെ വലിയ വിലയൊന്നും ഇതുവരെയ്ക്കും ഇല്ല. കാരണം ഇവര് ഈ പ്രമേയം കൊടുക്കും, ഞങ്ങൾ വാങ്ങുന്നു, അത് കളയുന്നു, ഞങ്ങളുടെ ഇഷ്ടത്തിന് നടക്കുന്നു, അല്ലാതെ ബ്രിട്ടീഷുകാർ അതിന് വേറെ ആക്ഷൻസ് ഒന്നും ഇതുവരെ എടുത്തു കണ്ടിട്ടില്ല. അപ്പോ
പിന്നെയും ഇവരുടെ കയ്യിൽ തന്നെ ചെയർമാൻഷിപ്പ് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലാന്ന് ബാലഗംഗാധരൻ പോലെയുള്ള കുറച്ച് ആളുകൾക്ക് തോന്നി. അപ്പോ INC-യുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റാഷ് ബിഹാരി ഘോഷിനെ തെരഞ്ഞെടുത്തു. അപ്പോ അത് കഴിഞ്ഞ് ഒരു അധ്യക്ഷ പ്രസംഗം ഉണ്ടാവുമല്ലോ. അപ്പൊ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ ചെല്ലുക ഈ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹം റാഷ് ബിഹാരി ഘോഷ് ഇങ്ങനെ മൈക്കിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാൻ സംസാരിക്കാൻ അങ്ങനെ ടച്ച് ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ബാലഗംഗാധര തിലകൻ ഏറ്റു നിന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചോളാൻ പറഞ്ഞു. അപ്പൊ റാഷ് ബിഹാരി ഘോഷിന് മനസ്സിലായി ഇതെന്തോ എനിക്കിട്ടുള്ള ഒരു പണിയാണ് വരാൻ പോകുന്നത്. ഇത് ശരിയാവില്ല. റാഷ് ബിഹാരി ഘോഷ് പറഞ്ഞു, ഇല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താൻ പറഞ്ഞോളാം. അപ്പൊ തിലക് പറഞ്ഞു, പറ്റില്ല എനിക്ക് ആദ്യം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് തിലക അങ്ങട് ചെല്ലാണ്. ചെന്നപ്പോ ആരെന്ത് ചെയ്തു? റാഷ് ബിഹാരി ഘോഷ് മൈക്കും കൊണ്ട് ഓടി. കൊടുക്കാതെ ഓടി. പോരെ പൂരം വേറെ വല്ലതും വേണം. തുടങ്ങിയില്ലേ ഇവിടെ പിന്നെ നമ്മുടെ നിയമസഭയില് സമയത്തടിയിലായില്ലേ, എടുത്ത് പൊട്ടിക്കല്, കടിക്കല്, പിടിക്കല്, ഇതന്നെ കസേരേറ് തന്നെ. അതേ സെയിം സംഭവം തന്നെ 1907 INC-യുടെ ഹാളിലും നടക്കുകയാണ്. അതായത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കസേരേറ്, തമ്മിത്തല്ല്, അതായത് മിതവാദികളും തീവ്രവാദികളും ഗ്രൂപ്പ് തിരിഞ്ഞ് അടിയോട്ടടി. തിലകൻ റാഷ് ബിഹാരി ഘോഷിന്റെ പിന്നാലെ പോയി. അതോടുകൂടി എന്നിട്ടുണ്ടായി ഈ INC സമ്മേളനത്തിൽ നിന്ന് തീവ്ര ദേശീയവാദികളുടെ ഗ്രൂപ്പ് അങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു പോവാണ്. കംപ്ലീറ്റ്ലി അവര് ഇനി ഞങ്ങൾ ഇതിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവര് ഒഴിഞ്ഞു പോവാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂററ്റ് പിളർപ്പ് എന്ന് പറയുന്നത്. 1907 നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സൂററ്റ് പിളർപ്പ്. ഈ ഒരു സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് 1906 അവതരിപ്പിച്ചെങ്കിലും അതിനോടുള്ള എതിർപ്പ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ പിളർപ്പാണ് ഈ 1907 സൂററ്റ് പിളർപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഈ തീവ്ര ദേശീയവാദികളും മിതവാദികളും തമ്മിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് തല്ലുണ്ടായിട്ടുള്ള സംഭവമാണ് ഇത് 1907 സൂററ്റ് പിളർപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഇതിനി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. സൂററ്റ് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത് സംസ്ഥാനത്താണ്. അപ്പൊ ഇതിനി നമ്മൾ ഈ പേര് പല സ്ഥലങ്ങളിലും ഇനി കേരള ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ അവിടെ വരും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇങ്ങനെയായിരുന്നു അവിടെ അടി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കുണ്ടായ കാര്യാട്ടോ. ഞാനിപ്പോ തമാശക്ക് നിങ്ങളോട് പറഞ്ഞതല്ല. ഇത് ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് അവിടെ അന്ന് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ 1908 വീണ്ടും INC സമ്മേളനം നടന്നു. വീണ്ടും റാഷ് ബിഹാരി ഘോഷിനെ തന്നെ അവര് തെരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അതിന് പ്രത്യേകിച്ച് വലിയ എന്താ പറയാ പ്രത്യേകതയൊന്നും അതിനുണ്ടാകുന്നില്ല. രണ്ടാമത് വീണ്ടും അടുപ്പിച്ച് 2 തവണ INC-യുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? റാഷ് ബിഹാരി ഘോഷ്. ആദ്യമായിട്ട് അടുപ്പിച്ച് 2 തവണ INC-യുടെ ചെയർമാൻ ആയ വ്യക്തിയാണ് ആര്? റാഷ് ബിഹാരി ഘോഷ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 1909 ലാഹോറിൽ വെച്ചിട്ടാണ്. ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നാണ്. അതുകൊണ്ട് തന്നെ ലാഹോറിൽ വെച്ചിട്ടാണ് INC-യുടെ സമ്മേളനം നടന്നത്. അതിന്റെ ചെയർമാൻ ആയിട്ട് വന്നത് മദൻ മോഹൻ മാളവിയാണ്. മദൻ മോഹൻ മാളവിയാണ് ആ സമയത്ത് അതിന്റെ ചെയർമാൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വന്നിട്ടുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭരണപരിഷ്കാരം വന്നിട്ടുണ്ടായിരുന്നു. അതായത് മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് പറയും. 1909 നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഉണ്ടായിരുന്നു. അതിനെ പറയണ വേറൊരു പേരാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ്. ആ സമയത്ത് എന്താ പറയാ വൈസ്രോയി ആയിരുന്ന വ്യക്തിയായിരുന്നു ആര്? മിന്റോ എന്ന് പറയുന്നത്. മോർലി എന്ന് പറയുന്നത് ആ സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നതാണ്. അപ്പൊ ഇവർ രണ്ടുപേരും പേര് വെച്ചിട്ടാണ് ആ സമയത്ത് ഈ ഒരു ഇന്ത്യൻ കൗൺസിൽ ആക്ട് നിലയിൽ വരുന്നത്. അതിനെ പറയുന്ന പേരാണ് എന്ത്? മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് പറയുന്നത്. അവര് ഈ ഒരു ഭരണപരിഷ്കാരത്തിൽ കൊണ്ടുവന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊണ്ടുവന്നു. മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യയിൽ ഒട്ടാകെ കൊണ്ടുവന്നിട്ടുണ്ടാകുന്ന ഒരു നിയമമാണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിംസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുസ്ലിങ്ങൾക്ക് ഒരു സംവരണ സീറ്റ് ഉണ്ടായിരിക്കണം. ആ സംവരണ സീറ്റിലേക്ക് ആര് മത്സരിക്കണം എന്ന് മുസ്ലിങ്ങൾ തീരുമാനിക്കും. അതിൽ ആരെ ജയിപ്പിക്കണം എന്ന്, അല്ലെങ്കിൽ അതിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആരെ അവിടെ നിന്ന് തെരഞ്ഞെടുക്കണം, മുസ്ലിം വ്യക്തിനെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് തെരഞ്ഞെടുക്കേണ്ട വ്യക്തിക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശം മുസ്ലിങ്ങൾക്ക് മാത്രമായിരുന്നു. അല്ലാണ്ട് ഇപ്പൊ നമ്മളിവിടെ നമ്മളെ ഇലക്ഷൻ നടക്കുന്നുണ്ട്, പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ട്, മെമ്പറുടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ SC ST സംവരണം നടന്നിട്ടുണ്ട്, ഇല്ലേ ഉണ്ട്. അപ്പോ SC ST-യിലുള്ള ആളെ തെരഞ്ഞെടുക്കുന്നത് SC ST-യിലത്തെ ആൾക്കാർ മാത്രമാണോ? അല്ല, നമ്മളെല്ലാവരും വോട്ട് ചെയ്യും, ഇല്ലേ? പക്ഷെ ഇത് അങ്ങനെയല്ല പറയുന്നത്. മുസ്ലിം സംവരണത്തിലുള്ള ആ ഒരു സീറ്റിലേക്കുള്ള ആളെ തെരഞ്ഞെടുക്കുന്നത് ആര് മാത്രമായിരിക്കും? മുസ്ലിങ്ങളായിരിക്കും. അല്ലാതെ മറ്റുള്ളവർക്ക് അതിൽ കയറി ഇടപെടാൻ
പറ്റില്ല. ഇങ്ങനെ ഇതാണ് ഈ ഒരു മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു INC സമ്മേളനമാണേത് ഈ ലാഹോർ സമ്മേളനം. മദൻ മോഹൻ മാളവ്യ ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി 1911 വീണ്ടും കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത്. BN ദർ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അന്നത്തെ INCയുടെ പ്രസിഡന്റ്. BN ദർ ആയിരുന്നു INCയുടെ പ്രസിഡന്റ് ആയിരുന്നത്. അതിന് ആ ഒരു സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ഈ ഒരു സമ്മേളനത്തിലാണ്. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. അപ്പോ വന്ദേമാതരം ആലപിച്ച INC സമ്മേളനം ഏതാ മക്കളെ? പറഞ്ഞു തന്ന്. വന്ദേ മാതരം ആലപിച്ച INC സമ്മേളനം ഏതാ? ഏത് വർഷത്തെ INC സമ്മേളനം? 1896 INC സമ്മേളനമാണ് അല്ലെ. അതുപോലെ തന്നെ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചതാണ് ഏത് വർഷം? 1911. അത് ചൊല്ലിയത് അല്ലെങ്കിൽ ആലപിച്ചത് സരളാദേവി ചൗധരാണി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. സരളാദേവി ചൗധരാണി അദ്ദേഹം സ്ത്രീയാണ് ആദ്യമായിട്ട് INCയുടെ സമ്മേളനത്തിൽ നമ്മുടെ ജനഗണമന ആലപിക്കുന്നത്. ഇനി തൊട്ടടുത്ത വർഷം 1912 ബങ്കിപ്പൂർ എന്ന് പറഞ്ഞിട്ട് ബീഹാറിലുള്ള സ്ഥലമാണ് ബങ്കിപ്പൂർ. ഈ ബങ്കിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് അടുത്ത INC സമ്മേളനം നടക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതില് RN മധോൽക്കർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അതിന്റെ ചെയർമാൻ. അതൊന്നും മറന്നു വെക്കണ്ട. ഈ ഒരു സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത INC സമ്മേളനമാണ് ഇത് 1912 INC സമ്മേളനം. അപ്പൊ ഗാന്ധിജി പങ്കെടുത്ത INC സമ്മേളനം ഏതാ? ആദ്യമായിട്ട് പങ്കെടുത്ത INC സമ്മേളനം ഏതാ? 1901 അല്ലെ. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് 1916 കഥയാണ്. 13, 14, 15 അവിടെ നിൽക്കട്ടെ. 1916 വീണ്ടും അടുത്ത INC സമ്മേളനം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC പലതവണ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ്. സ്ഥലം വരുന്നത് ലക്നൌവിലാണ്. ഉത്തർപ്രദേശിലുള്ള ലക്നൌവിൽ വെച്ചിട്ടാണ് INCയുടെ സമ്മേളനം നടന്നിട്ടുള്ളത്. AC മജുംദാർ, AC മജുംദാർ, RC മജുംദാർ അല്ല, AC മജുംദാർ ആണ് ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത്. AC മജുംദാർ ആണ് INC സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത്. ഈ ഒരു സമ്മേളനത്തിൽ വീണ്ടും എന്താണ് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ സംഗമിച്ചു. വീണ്ടും ഒന്ന് ചേർന്നു. 1907 പിണങ്ങിപ്പോയ ടീമുകൾ വീണ്ടും തിരിച്ചു വന്ന് ഇതില് ജോയിൻ ചെയ്യാണ്. ആ ഒരു സമ്മേളനമാണ് ഇത് 1916 ലക്നൗ സമ്മേളനം. AC മജുംദാർ ആണ് അധ്യക്ഷനായിരുന്നത്. അതുപോലെ ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടുന്ന സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. പിന്നെ INCയും മുസ്ലിം ലീഗും തമ്മിൽ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കാമെന്ന് തീരുമാനിക്കുന്നതും ഈ ഒരു സമ്മേളനം. അതായത് എല്ലാവരും ഒരു കൂടിച്ചേരൽ നടന്നിട്ടുള്ള സമ്മേളനമാണ് ഇത് 1916 ലക്നൗ സമ്മേളനം. ക്ലിയർ ആണോ? ഇനി തൊട്ടടുത്ത വർഷം അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1917 കൊൽക്കത്തയിൽ വെച്ച സമ്മേളനമാണ്. ഈ ഒരു സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ചെയർമാൻ ആയിട്ട് വന്നത് അല്ലെങ്കിൽ അധ്യക്ഷ ആയിട്ട് വന്നത് ആദ്യമായിട്ട് ഒരു സ്ത്രീ അധ്യക്ഷ പദം അലങ്കരിക്കാൻ വന്നു. അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി ബസന്റ് ആണ്. ആദ്യമായിട്ട് ഒരു വനിത INC പ്രസിഡന്റ് ആയിട്ടുള്ള സമ്മേളനമാണ് ഇത് INC 1917 കൊൽക്കത്ത സമ്മേളനം. ഇതിന്റെ ചെയർമാൻ ആയിട്ട് അല്ലെങ്കിൽ അധ്യക്ഷയായിട്ട് വന്നത് ആരാണ്? അത് ആനി ബസന്റ് ആണ്. ഇനി നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പിന്നെ ബാക്കിയുള്ളതൊന്നും പഠിക്കാനില്ല. പിന്നെ 1920 രണ്ട് എന്താ പറയാ INC സമ്മേളനങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് എന്താ പറയാ നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ കൂടുതലായിട്ട് പഠിക്കാം. ഒരു 1920 രണ്ട് തവണ സമ്മേളനം നടക്കുന്നുണ്ട്. ഒന്ന് കൊൽക്കത്തയിൽ വെച്ചൊരു സ്പെഷ്യൽ സമ്മേളനം, പിന്നെ നാഗ്പൂർ വെച്ചിട്ട് നോർമൽ സമ്മേളനം. അപ്പൊ ഈ എന്താ പറയാ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അതിന്റെ പ്രമേയം അവതരിപ്പിക്കാനും അത് പാസ്സാക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് തവണ അവര് സമ്മേളനം വെച്ചത്. 1920 കൊൽക്കത്തയിൽ നടന്നിട്ടുള്ള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായിയാണ്. 1920 സാധാ സമ്മേളനം നടന്നത് നാഗ്പൂർ വെച്ചിട്ടാണ്. M വിജയരാഘവാചാര്യ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അന്നത്തെ INCയുടെ പ്രസിഡന്റ് ആയിരുന്നത്.
അപ്പൊ കൊൽക്കത്ത സമ്മേളനം ഒരു സ്പെഷ്യൽ സമ്മേളനമായിരുന്നു. ലാലാ ലജ്പത് റായി ആണ് അതിന്റെ അധ്യക്ഷൻ. 1920 നാഗ്പൂർ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ആരാണ്? വിജയരാഘവാചാര്യ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ ഇത് രണ്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് നമ്മൾ പഠിക്കേണ്ടത്? നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള രണ്ട് INC മീറ്റിങ്ങുകളാണ്. ഇനി അടുത്തത് നമ്മൾ 1921 എന്താ പറയാ ഒരു INC സമ്മേളനം നടന്നത്. ആദ്യമായിട്ട് ഒരു ആക്ടിംഗ് പ്രസിഡന്റ് INCക്ക് വന്നത് ഈ ഒരു വർഷമാണ്. 1921 ആദ്യമായിട്ട് ഒരു ആക്ടിംഗ് പ്രസിഡന്റ് വന്നത്. കാരണം ആ സമയത്ത് ശരിക്കും INC പ്രസിഡന്റ് CR ദാസ് ആയിട്ടാണ് തീരുമാനിച്ചിട്ടുണ്ടാവുന്നേ. പക്ഷെ അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ തുടർന്ന് അദ്ദേഹത്തിന് എന്താ പറയാ INCയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വന്ന വ്യക്തിയാണത് ഹക്കീം അജ്മൽ ഖാൻ എന്ന് പറയുന്നത്. ഹക്കീം അജ്മൽ ഖാൻ ഇദ്ദേഹമാണ് പിന്നീട് വന്ന INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. 1921 INCക്ക് ആദ്യമായിട്ടൊരു ആക്ടിംഗ് പ്രസിഡന്റ് വന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ഹക്കീം അജ്മൽ ഖാൻ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ 85 മുതൽ 1921 വരെയുള്ള കഥയാണ് ഇതുവരെ പറഞ്ഞത്. ഇത്രയും ഉള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾ എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് റിവൈൻഡ് ചെയ്തേ. ഓക്കെ, അപ്പൊ നമ്മള് വായിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, അപ്പൊ 1921 വരയ്ക്കും ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കണം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് 1923 പ്രത്യേകതയാണ്. 1923 പ്രത്യേകത. അതില് എന്താ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ INC അധ്യക്ഷനൊന്നും ആരാന്ന് പഠിച്ചില്ലെങ്കിലും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നടന്ന സ്ഥലം കാക്കിനടയിൽ വെച്ചിട്ടാണ്. നമ്മുടെ കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു INC സമ്മേളനമാണ് ഈ 1923 നടന്ന കാക്കിനട സമ്മേളനം. ഇതില് ടി കെ മാധവൻ എന്ന വ്യക്തി അയിത്തോച്ചാടനത്തിനെതിരായിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ടായി. 1923 ടി കെ മാധവൻ എന്ന് പറഞ്ഞ വ്യക്തി 1923 ഒരു അയിത്തോച്ചാടനത്തെ കുറിച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ടായി. ഇതിൽ നിന്നാണ് പിന്നീട് 1924 വൈക്കം സത്യാഗ്രഹം ഒക്കെ വരുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് 1922 തന്നെ ഗാന്ധിജീനെ പോയിട്ട് കാണുന്നുണ്ട്. ടി കെ മാധവൻ തിരുനെൽവേലിയിൽ പോയിട്ടാണ് ഗാന്ധിജീനെ കാണുന്നത്. ഈ അയിത്തോച്ചാടനത്തിനെതിരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ടി കെ മാധവൻ അദ്ദേഹത്തിനെ പോയി കാണുന്നത്. എവിടെ വെച്ചിട്ടാണ്? തിരുനെൽവേലിക്കാണ് പോകുന്നത് ഗാന്ധിജീനെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ വെച്ച് ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇനി വരുന്ന INC സമ്മേളനത്തിൽ ഒരു പ്രമേയമായിട്ട് വരൂ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവിടെ അവതരിപ്പിക്കാം. അതിനുശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം 1923 കാക്കിനട വെച്ചിട്ട് INCയുടെ സമ്മേളനത്തിൽ ടി കെ മാധവൻ ഈ എതിരായിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. അത് പ്രമേയം പാസാക്കിയതിനു ശേഷമാണ് 1924 ആദ്യമായിട്ട് വൈക്കം സത്യാഗ്രഹം ടി കെ മാധവന്റെ ഒക്കെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 1924 വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു INC സമ്മേളനമാണ് ഇത്. 1923 കാക്കിനട INC സമ്മേളനം. ആന്ധ്രാപ്രദേശിലാണ് കാക്കിനട. ഈ ഒരു സമ്മേളനത്തിന്റെ ടി കെ മാധവനാണ് അയിത്തോച്ചാടനത്തിന് ആദ്യമായിട്ടൊരു എന്താ പറയാ പ്രമേയം അവതരിപ്പിക്കുന്നത്. അതാണ് ആ ഒരു സമ്മേളന പ്രത്യേകത. അതിന്റെ ചെയർമാൻ ആരാന്നൊന്നും അറിഞ്ഞില്ലെങ്കിലും വലിയ വിഷയമില്ല. ഇതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. ഇതാണ് മൗലാന മുഹമ്മദ് അലിയാണ് ആ സമയത്ത്. അതായത് നമ്മള് നമ്മളിനി പഠിക്കും ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കും. അപ്പൊ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മൗലാന മുഹമ്മദ് അലി എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു ആ സമയത്ത് INCയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും കാക്കിനടയിലെ ആരാണ് എന്താ പറയാ അയിത്തോച്ചാരണ പ്രമേയം അവതരിപ്പിച്ചത്, ഇത് ഏത് വർഷമാണൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ നമ്മള് 1927 മദ്രാസ് സമ്മേളനമാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് സൈമൺ കമ്മീഷനെതിരായിട്ട് വന്നത്. അതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പിന്നെ പറയുമ്പോൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴൊക്കെ അവിടെ പറഞ്ഞു പോകുന്നതാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് 1924 സമ്മേളനം, അല്ല സോറി 27 മുമ്പ് അറിഞ്ഞു വെക്കേണ്ട വേറൊരു സമ്മേളനമാണ് 24 ബെൽഗാം സമ്മേളനം. 1924 ബെൽഗാം സമ്മേളനം ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മഹാത്മാഗാന്ധി ഒരേ ഒരു തവണ മാത്രമാണ് INCയുടെ അധ്യക്ഷനായിട്ടുള്ളൂ. അത് ഈ ബെൽഗാം സമ്മേളനത്തിലാണ്. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ടും അവസാനമായിട്ടും INCയുടെ അധ്യക്ഷനായിട്ടുള്ളൂ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 24 INCയുടെ പ്രസിഡന്റ് ആയിട്ട് ആര് തെരഞ്ഞെടുക്കുന്നത്? ഗാന്ധിജീനെ തെരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആണോ?
ഇനി അടുത്തത് പറയുന്നത് 1929 സമ്മേളനമാണ്. 1929, 31 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ ഏറ്റവും കാര്യമായിട്ട് പറയുന്ന 2 സമ്മേളനങ്ങളാണ്. അതിൽ 29 സമ്മേളനം നടന്നിട്ടുള്ളത് ലാഹോറിൽ വെച്ചിട്ടാണ്. പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ച സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇതിന്റെ അധ്യക്ഷൻ. അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. റിപ്പീറ്റ് ആയിട്ട് പല തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് 29 INC സമ്മേളനത്തിനെ കുറിച്ചിട്ട്. നടന്നത് എവിടെയാണ്? ആരായിരുന്നു അധ്യക്ഷൻ? ഏതാണ് വർഷം? എന്താണ് സംഭവം? ഇതൊക്കെ പലതവണ ഇപ്പോഴും ഇപ്പോഴും അടുപ്പിച്ചടുപ്പിച്ച് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അറിഞ്ഞു വെക്കുക. 29 എവിടെ വെച്ചിട്ടാണ് നടന്നത്? ലാഹോറിൽ വെച്ചിട്ടാണ് നടന്നത്. അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ ഒരു എന്താ പറയാ INC സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്. 1929 INC സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്. അപ്പൊ അതായത് പിന്നെ അതുപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഈ ഒരു സമ്മേളനത്തിലാണ്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഇതൊക്കെ ഏത് സമയത്താണ്? 1929 ലാഹോർ സമ്മേളനത്തിലാണ് നടന്നിട്ടുള്ളത്. അതിനുശേഷം 1930 ജനുവരി 26-ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമൊക്കെ ആഘോഷിച്ചിട്ടാണ്. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് തെരഞ്ഞെടുക്കുന്നതൊക്കെ. അപ്പോ ഇതിന്റെ പിന്നാലെ വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നിയമലംഘന പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിച്ചത് 1930-ലാണ്. അപ്പൊ അതിനുള്ള പ്രമേയം പാസാക്കിയത് ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1929 INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ആ സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചിട്ടാണ്. അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത സമ്മേളനം നടക്കുന്നത് 1931 കറാച്ചിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇത് രണ്ടും നടന്നിട്ടുള്ളത് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ്. ഒന്ന് ലാഹോറിലാണ്, ഒന്ന് കറാച്ചിയിലാണ്. 31 ചെയർമാൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ആ ഒരു സമയത്ത് INCയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. 31 INC പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതില് അവതരിപ്പിച്ച ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും പ്രഖ്യാപിച്ച ആദ്യത്തെ എന്താ പറയാ ആദ്യത്തെ ഒരു ഇതാണ് എന്ത് ഈ ഒരു INC സമ്മേളനം എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് പ്രമേയം പാസ്സാക്കിയിട്ടുള്ള ആദ്യത്തെ INC സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1931 കറാച്ചി സമ്മേളനമാണ്. അധ്യക്ഷൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. പക്ഷെ ഈ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം എന്താ പറയാ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പക്ഷെ അധ്യക്ഷനായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആയതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇത്രയും ക്ലിയർ ആണോ? ഈ രണ്ടും റിപ്പീറ്റ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. പരീക്ഷകൾക്ക് എന്തായാലും അറിഞ്ഞു വെക്കേണ്ടതാണ്. ഇനി വന്ന നമുക്ക് കുറെ അങ്ങനെ അങ്ങോട്ട് എന്താ പറയാ അറിഞ്ഞു വെക്കണമെന്നൊന്നുമില്ല. കുറച്ച് പിന്നെ ആദ്യമായിട്ടൊരു ഗ്രാമത്തിൽ നടന്നിട്ടുള്ള INC സമ്മേളനം നടക്കുന്നത് 1937 ഫൈസാപൂർ എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിലുള്ള സ്ഥലമാണ്. മഹാരാഷ്ട്രയിലുള്ള ഫൈസാപൂരിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഒരു ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ഒരു INC സമ്മേളനം നടന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് 38-ഉം 39-ലുമാണ്. ഈ രണ്ട് സമയത്തും INC പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 38-ല് നടന്നിട്ടുള്ളത് ഹരിപുരയിൽ വെച്ചിട്ടാണ് സമ്മേളനം നടന്നത്. 38-ല് എവിടെ വെച്ചിട്ടാണ്? ഹരിപുരയിൽ വെച്ചിട്ടാണ് ഈ സമ്മേളനം നടന്നിട്ടുള്ളത്. 39-ല് നടന്നിട്ടുള്ളത് ത്രിപുരി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. ഹരിപുരയും ത്രിപുരിയും. ഹരിപുര എന്ന് പറയുന്നത് ഗുജറാത്തിലും ത്രിപുരി എന്ന് പറയുന്നത് മധ്യപ്രദേശിലുമുള്ള സ്ഥലങ്ങളാണ്. ഈ രണ്ട് സമ്മേളനത്തിലും അധ്യക്ഷൻ ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. 38-ല് എല്ലാവരും ചേർന്നത് സുഭാഷ് ചന്ദ്രബോസിനെ തെരഞ്ഞെടുത്തത് ആണെങ്കിൽ 39-ല് അവിടെ ഒരു അവിടെ ഒരു ഇലക്ഷൻ വേണ്ടി വന്നു. കാരണം സുഭാഷ് ചന്ദ്രബോസിനെ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കാൻ പോയപ്പോ ഗാന്ധിജി അതിനെ എതിർപ്പുമായിട്ട് വന്നു. ഗാന്ധിജി ആർക്കെതിരെ? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെതിരെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഒരാളെ നിർത്തുന്നുണ്ട്.
ഇങ്ങനെ രണ്ടുപേരെ മത്സരിച്ചിട്ട് ആരെങ്കിലും ഒരാളെ തെരഞ്ഞെടുക്കാം. അങ്ങനെ ഗാന്ധിജി നിർത്തിയ വ്യക്തിയാണ് ആര്? ആരാണ് ഗാന്ധിജി നിർത്തിയ വ്യക്തി? സുഭാഷ് ചന്ദ്രബോസിനെതിരെ ത്രിപുരയിൽ നടന്ന ആദ്യത്തെ INC ഇലക്ഷനിൽ ഗാന്ധിജി നിർത്തിയ വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രബോസിനെതിരെ. ഞാൻ ചോദിക്കുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു പോകുന്ന കാര്യമാണ്. അപ്പൊ വേഗം ആൻസർ പറഞ്ഞു. ആരാണ്? പട്ടാഭി സീതാരാമയ്യ അല്ലെ? പട്ടാഭി സീതാരാമയ്യയാണ് അന്ന് സുഭാഷ് ചന്ദ്രബോസിനെതിരായിട്ട് മത്സരിച്ചതെങ്കിലും ജയിച്ചത് ആര് തന്നെയാണ്? സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. അപ്പോ അറിഞ്ഞു വെക്കുക, 38 ഹരിപുര സമ്മേളനത്തില് ഐകകണ്ഠേന എല്ലാവരും കൂടി സുഭാഷ് ചന്ദ്രബോസിനെ തെരഞ്ഞെടുത്തു. 39 ത്രിപുരി സമ്മേളനത്തിൽ ഒരു ഇലക്ഷൻ നടത്തി. ആ ഇലക്ഷനിൽ വിജയിച്ചിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി 1942-ലാണ്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയിട്ടുള്ള വർഷമാണ്. അവിടെ സമ്മേളനം നടന്നത് ബോംബെയിൽ വെച്ചിട്ടാണ്. ബോംബെയിൽ വെച്ചിട്ടാണ് ഈ സമ്മേളനം നടന്നത്. അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട INC പ്രസിഡന്റ് ആണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ആദ്യമായിട്ട് ആ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് തുടർന്നങ്ങോട്ട് അടുപ്പിച്ചൊരു 6 വർഷത്തേക്ക് ആര് തന്നെയായിരുന്നു INCയുടെ പ്രസിഡന്റ്? ഈ ഒരു മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ് പിന്നീട് അവിടുന്ന് അങ്ങട് ഒരു അടുപ്പിച്ചൊരു 6 വർഷത്തേക്ക് INCയുടെ പ്രസിഡന്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് JB കൃപലാനി INCയുടെ പ്രസിഡന്റ്. അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? JB കൃപലാനി. 1947-ലാണ് JB കൃപലാനി INCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. അതുവരയ്ക്കും ആര് തന്നെയാണ് അധ്യക്ഷനായിരുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയായിരുന്നു INCയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇനി ഇതിന്റെ അടുത്തത് പറയുന്നത് 1900 ഇനി നമുക്ക് 47-ന്റെയും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അങ്ങട് INCയിലെ പല പല പാർട്ടികളും ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും 55-ലെ INC സമ്മേളനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ആവടിയില്, അതായത് എന്താ പറയാ തമിഴ്നാട്ടിലെ ആവടി എന്ന് പറഞ്ഞ പ്രദേശത്ത് വെച്ച് നടന്നിട്ടുള്ള ആവടി എന്ന് പറഞ്ഞ പ്രദേശത്ത് വെച്ച് നടന്നിട്ടുള്ള ഒരു INC സമ്മേളനമായിരുന്നു. ഈ ഒരു INC സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലിസ്റ്റ് ആശയം, ഇന്ത്യക്ക് ഒരു സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന് പറഞ്ഞിട്ടൊരു ആശയം കൊണ്ടുവന്നിട്ടുള്ളത് ഏത് INC സമ്മേളനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ 55-ലെ INC സമ്മേളനത്തിലാണ്. അതായത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയോട് ചേർന്ന് പോകുന്ന രീതിയിൽ INC ഇങ്ങനൊരു ആശയം കൊണ്ടുവരികയാണ്. 1955-ല് സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുള്ള ആശയം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ 1955-ലെ INC സമ്മേളനത്തിൽ കൂടെയാണ്. ക്ലിയർ ആണോ? ഇത്രയ്ക്കാണ് മെയിനായിട്ട് മേജറായിട്ട് നമുക്ക് ഓരോ എന്താ പറയാ സമ്മേളനവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കാനുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മോർ ഇൻഫോ, കുറച്ച് പോയിന്റ്സ് ഉണ്ട്. INCയുടെ വിശേഷണങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ പറയാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു.